മുൻപത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയതുപോലെ 10 വർഷങ്ങൾക്കിടയിൽ നടത്തിയ 7 കരുനീക്കങ്ങളാണ് പിണറായിയെ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചതെങ്കിൽ വെറും 2 വർഷങ്ങൾക്കിടയിൽ നടത്തിയ 7 കരുനീക്കങ്ങളാണ് ഇയാൾക്ക് തുടർഭരണം സമ്മാനിച്ചത്. പിണറായി എന്ന കപട കമ്മ്യൂണിസ്റ്റിനെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ച ഈ 7 കരുനീക്കങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കരുനീക്കം വർഷം 2020. 2018 പ്രളയകാലത്ത് നടത്തിയ പത്രസമ്മേളനങ്ങൾ പിണറായിയുടെ ജനസ്വീകാര്യത ചെറിയ രീതിയിൽ ഉയർത്തി. അത് തിരിച്ചറിഞ്ഞ ഇയാൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ താരപ്രചാരകനായ വീസന്റെ ചിത്രം പോലും ഒഴിവാക്കിക്കൊണ്ട് ക്യാപ്റ്റൻ എന്ന തലക്കെട്ടോടെയുള്ള തന്റെ ചിത്രങ്ങൾ മാത്രമുള്ള ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിലെങ്ങും നിറച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ചു. എന്നാൽ ഇടതുമുന്നണി അടുത്ത കാലത്തൊന്നും നേരിടാത്ത വിധത്തിലുള്ള ദയനീയ പരാജയമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. 20 സീറ്റിൽ 19 പരാജയപ്പെട്ടു. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് ഈ പരാജയത്തിൽ ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യപ്രചാരകനായി താൻ ഇറങ്ങിയതാണ് പ്രധാന കാരണമെന്ന് ഇയാൾക്ക് ബോധ്യമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷം കൂടിയുള്ളൂ. അതിനുള്ളിൽ തന്നോട് ജനങ്ങൾക്കുള്ള താല്പര്യക്കുറവ് പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ജനകീയ നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കണം. VS വർഷങ്ങളായുള്ള സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വഴി നേടിയെടുത്ത ആ കിരീടം വെറും 2 വർഷം കൊണ്ട് എങ്ങനെയും നേടിയെടുക്കണം. കഴിഞ്ഞ തവണ VSനെ കാണിച്ച് ഭരണം പിടിച്ച തന്ത്രം ഇനി നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയും ജനകീയനാവണം. പിണറായി ഉറപ്പിച്ചു. അതിനുള്ള തന്ത്രങ്ങൾ മെനയുക എന്ന ഉദ്യമം ഒരു പബ്ലിക് റിലേഷൻസ് ടീമിനെ ഏൽപ്പിച്ചു. പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും ആ ടീമിന്റെ തീരുമാനങ്ങളായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പിണറായിയുടെ പ്രതിച്ഛായ ഉയർത്താൻ തക്കവണ്ണമുള്ള പ്രചാരണ വേലകൾക്കായി ലക്ഷങ്ങൾ ശമ്പളം നൽകി പാർട്ടി അനുഭാവികളായ സമർത്ഥരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ടീമിനെ തിരഞ്ഞെടുത്തു. സർക്കാർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, പിണറായിയെ ഒരു ബിംബമെന്ന രീതിയിൽ കൊണ്ടാടുക, സർക്കാരിനെതിരെ വരുന്ന ഓരോ വിമർശനങ്ങളെയും കൂട്ടമായി പ്രതിരോധിച്ച് വിമർശിക്കുന്നവരുടെ വാ അടപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഈ ടീമിന്റെ ഉത്തരവാദിത്തങ്ങൾ. കോവിഡിന്റെ 1ാം തരംഗം കേരളത്തിൽ വീശി തുടങ്ങിയപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ദിവസേനയുള്ള പത്രസമ്മേളനങ്ങൾ വഴി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ശ്രീമതി KK ശൈലജ ജനകീയയായി മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ട PR ടീം പൊടുന്നനെ ആ ഉദ്യമം പിണറായിയെ ഏൽപ്പിച്ചു. മന്ത്രിമാരായ ശൈലജ ടീച്ചറെയും ചന്ദ്രശേഖരനെയും ഇരുവശത്തും നിശബ്ദരായി ഇരുത്തി PR ടീം എഴുതി കൊടുത്ത കാര്യങ്ങൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വായിക്കാൻ തുടങ്ങി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായുള്ള ജനങ്ങളുടെ അകൽച്ച കുറഞ്ഞു തുടങ്ങി. വൈകാതെ PR ടീമിന്റെ നിർദ്ദേശമനുസരിച്ച് ഭക്ഷ്യക്കിറ്റിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്നുമുണ്ടായി. പിന്നാലെ സാമൂഹിക പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യപ്പെടാൻ പോവാണെന്ന പ്രഖ്യാപനവും. ഭക്ഷ്യക്കിറ്റിലെ സാധനങ്ങളുടെ ഏറിയ പങ്കും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന കാര്യം പോലും മറച്ചുവെച്ചുകൊണ്ട് എല്ലാം കരുണാമയനായ മുഖ്യന്റെ ദയാവായ്പ എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങൾ വഴി വലിയ രീതിയിൽ പ്രചരണം കൂടി അഴിച്ചുവിട്ടതോടെ പിണറായിക്ക് ഒരു ജനകീയ മുഖം കൈവന്നു. അത് മനസ്സിലാക്കിയ PR ടീം മെല്ലെ ശൈലജ ടീച്ചറെയും ചന്ദ്രശേഖരനെയും ഒഴിവാക്കി പിണറായിയെ കൊണ്ട് ഒറ്റയ്ക്ക് പത്രസമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി. ഓരോ പത്രസമ്മേളനങ്ങൾ കഴിയുന്തോറും പിണറായിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത ഉയർന്നു വന്നു. കോവിഡ് കാലത്ത് പരസ്യങ്ങൾ കിട്ടാതെ നട്ടം തിരിഞ്ഞിരുന്ന മാധ്യമങ്ങൾക്ക് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് ആഴ്ചതോറും കോടികളുടെ സർക്കാർ പരസ്യങ്ങൾ നൽകി അവരെയും വരുതിയിലാക്കി. അങ്ങനെ ആരെയും കൂസാതെ എന്തും ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്ന റിപ്പോർട്ടർമാർ വരെ അങ്ങേയറ്റം ഭവ്യതയോടെ തീർത്തും നിരുപദ്രവതരമായ ചോദ്യങ്ങൾ ചോദിച്ച് മുഖ്യമന്ത്രിയുടെ പ്രീതി നേടുവാൻ പരസ്പരം മത്സരിക്കുവാൻ തുടങ്ങി. തരം കിട്ടുമ്പോഴൊക്കെ മുഖ്യമന്ത്രിക്ക് വീരപരിവേഷം നൽകി അവർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. അത് സമൂഹമാധ്യമങ്ങളിലെയും വാട്സാപ്പിലെയും ഇടതു കൂട്ടായ്മകൾ ഏറ്റെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. ഒടുവിൽ സാധാരണ ജനങ്ങളും അത് ഏറ്റുപാടുവാൻ തുടങ്ങി. അങ്ങനെ താൻ മനസ്സിൽ കണ്ടതിനേക്കാൾ വേഗത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിണറായി ജനങ്ങളെ ആവേശത്തിലാഴ്ത്താൻ പ്രാപ്തിയുള്ള കരുത്തുള്ള ജനകീയ നേതാവ് എന്ന തലത്തിലേക്ക് വളർന്നു. രണ്ടാമത്തെ കരുനീക്കം വർഷം 2021. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇടതുമുന്നണി കരസ്ഥമാക്കിയപ്പോൾ ഭരണപരിചയം കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും അനുയോജ്യരായ മറ്റ് വനിതാ കൗൺസിലർമാരുണ്ടായിട്ടും കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വളരെയധികം ഉത്തരവാദിത്തങ്ങളുള്ള മേയർ സ്ഥാനത്തേക്ക് പാർട്ടി നേതൃത്വം തെരഞ്ഞെടുത്തു. സ്ത്രീ ശാക്തീകരണമെന്നും നവോത്ഥാനമെന്നും യുവജനതയ്ക്ക് ഉത്തേജനമെന്നുമൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളും സാംസ്കാരിക നായികന്മാരും പൊതുസമൂഹവുമെല്ലാം പാർട്ടിയുടെ ഈ തീരുമാനത്തെ വാനോളം പുകഴ്ത്തി. എന്നാൽ ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മേയർ എന്ന പേരിൽ ഒരാളെ മുന്നിൽ നിർത്തി പാർട്ടി അനുഭാവികളായ പലർക്കും സുഖമായി അഴിമതി ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു എന്ന് പിന്നീട് പുറത്തുവന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും തെളിയിക്കുന്നു. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ 3.5 ലക്ഷത്തോളം രൂപയുടെ ശുചീകരണ ചെലവ് കണക്കിൽപ്പെടുത്തിയത് തന്നെ ഒരു ഉദാഹരണം. ഒരു പരിച പോലെ മേയർ എന്ന പേരിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ മുന്നിൽ നിർത്തിയിരുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ വിമർശിക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു എന്നും പറഞ്ഞ് മേയർക്ക് സാധാരണ ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റി പൊതുവികാരത്തെ വിമർശനം ഉന്നയിക്കുന്നവരുടെ നേരെ തിരിക്കാം. മൂന്നാമത്തെ കരുനീക്കം വർഷം 2021. സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും പിണറായിക്ക് പങ്കുണ്ടെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തൽ പരസ്യമായതോടെ പ്രതിരോധത്തിലായ ഇയാൾ
കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പ്രതിച്ഛായ തകരാതിരിക്കാൻ നടത്തിയ കരുനീക്കം അങ്ങേയറ്റം ബുദ്ധിപരമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ച് സ്വപ്നയെക്കൊണ്ട് തന്റെ പേര് പറയിച്ചതാണെന്നും ആ കുറ്റത്തിന് ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പിണറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിച്ചു. ഈ എഫ്ഐആറിന് യാതൊരു നിയമസാധുതയില്ലെന്ന് മാത്രമല്ല നിയമവിരുദ്ധവുമാണെന്ന് അറിയാമായിരുന്നിട്ടും ഇത്തരമൊരു കരുനീക്കത്തിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: തന്നെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസിയെ ഒരു ആയുധമാക്കുകയാണെന്ന തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ സഹതാപ തരംഗം സൃഷ്ടിച്ചെടുക്കുക. മോദി വിരുദ്ധത വലിയ തോതിലുള്ള മലയാളികളുടെ ഇടയിൽ പിണറായി കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഈ കരുനീക്കം വിജയിച്ചു എന്ന് മാത്രമല്ല, ഇയാളുടെ പ്രതിച്ഛായ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. നാലാമത്തെ കരുനീക്കം വർഷം 2021. വ്യാപകമായ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ നിരാഹാരം കിടന്ന് മുട്ടിലെഴിഞ്ഞും PSC ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം. ആഴ്ചകളോളം അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സർക്കാർ മുന്നോട്ടു പോയി. ഒടുവിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതും ബുദ്ധിപരമായ കരുനീക്കമുണ്ടായി. മന്ത്രി AK ബാലൻ ഇടപെട്ട് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. എല്ലാറ്റിനുമൊടുവിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു: തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കൂ എന്ന്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ഉദ്യോഗാർത്ഥികളെല്ലാം സമരം അവസാനിപ്പിച്ച് സർക്കാരിന് ജയ് വിളിച്ച് പിരിഞ്ഞുപോയി. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തന്നെ ഇത്തരമൊരു കാര്യം ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും അതുകൊണ്ട് ഇത് നടപ്പാക്കാതെ വന്നാലും അതിന്റെ പഴി മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമലിൽ വെക്കാമെന്നും പിണറായി കണക്കുകൂട്ടി. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാമായിരുന്ന യുവജന പ്രക്ഷോഭത്തെ തന്ത്രപരമായ ഈ കരുനീക്കത്തിലൂടെ യാതൊരു നഷ്ടവും കൂടാതെ സുഗമമായി പിണറായി അവസാനിപ്പിച്ചു. എന്തിനേറെ, പിൻവാതിൽ നിയമനമെന്ന ക്രൂരതയുടെ ബലിയാടായതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന അനു എന്ന ചെറുപ്പക്കാരനെ പോലും ഇന്ന് ആരും തന്നെ ഓർക്കാറില്ല. അഞ്ചാമത്തെ കരുനീക്കം വർഷം 2021. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ പരാതിയിന്മേൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി KT ജലീലിനെതിരെ ലോകായുക്ത 2019 അന്വേഷണം ആരംഭിച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2021 ഏപ്രിൽ 6 ഒടുവിൽ KT ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയതിനാൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ലോകായുക്തയുടെ വിധി വന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-ാം ദിവസം, അതായത് ഏപ്രിൽ 9 ഈ വിധി വെറും 3 ദിവസം മുമ്പ് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെ മറിച്ചാകുമായിരുന്നു. തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഈ വിധി 3 ദിവസം വൈകി വന്നത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ അതോ ബുദ്ധിപരമായ ഒരു കരുനീക്കത്തിന്റെ ബാക്കി പത്രമാണോ? ആറാമത്തെ കരുനീക്കം വർഷം 2021. പാർട്ടി ഭരണം പൂർണ്ണമായി തന്റെ വരുതിയിലായതുപോലെ ഇനി സംസ്ഥാന ഭരണവും എല്ലാ അർത്ഥത്തിലും തന്റെ വരുതിയിലാവണമെന്ന് പിണറായി ഉറപ്പിച്ചു. അതിന് ഒന്നേ ചെയ്യാനുള്ളൂ: ആദർശശുദ്ധിയുള്ള കമ്മ്യൂണിസത്തെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോകുന്ന G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ നിയമസഭയിൽ എത്തുന്നതിൽ നിന്നും തടയുക. അതിനായി പാർട്ടി നേതൃത്വത്തെ കൊണ്ട് വിചിത്രമായൊരു തീരുമാനം പിണറായി എടുപ്പിച്ചു. തുടർച്ചയായി കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ആളുകൾ ഇത്തവണ മാറി നിൽക്കണമെന്ന തീരുമാനം. അതോടെ സ്വാഭാവികമായി G സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഈ ഒരു കരുനീക്കത്തിന്റെ പേരിൽ പിണറായിയുടെ ഒരു വിശ്വസ്തനും ബലിയാടായി: EP ജയരാജൻ. എന്നാൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ പാർട്ടിയെ ജീവവായു കണക്കെ സ്നേഹിക്കുന്ന P ജയരാജനും സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ വലിയ പ്രതിഷേധങ്ങളാണ് സമൂഹമാധ്യമങ്ങൾ വഴി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടി അണികൾ തന്നെ അഴിച്ചുവിട്ടത്. ചെട്ടിപ്പീടിക ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ധീരജ് കുമാർ ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തന്റെ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും രാജിവെച്ചു. അതിൽ കലിപൂണ്ട പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. എന്നാൽ മറ്റെന്തിനേക്കാളും പാർട്ടിയെ സ്നേഹിക്കുന്ന ജയരാജൻ തനിക്ക് വേണ്ടി ഉയർന്ന ഈ പ്രതിഷേധങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നതോടെ എല്ലാ പ്രതിഷേധങ്ങളുടെയും കെട്ടടങ്ങി. ഏഴാമത്തെ കരുനീക്കം വർഷം 2021. തന്നെക്കാളധികം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ട്: KK ശൈലജ. തന്നെക്കാളും വളരുന്ന ആരെയും താൻ വെച്ചു പൊറിപ്പിക്കാറില്ല. എന്നാൽ ശൈലജയ്ക്ക് ജനപ്രീതി ഉള്ളതുകൊണ്ട് തോമസ് ഐസക്കിനെയും സുധാകരനെയും മാറ്റി നിർത്തിയതുപോലെ സീറ്റ് നിഷേധിച്ച് മാറ്റി നിർത്തിയാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാവാൻ വരെ സാധ്യതയുണ്ടെന്ന് പിണറായി മനസ്സിലാക്കി. അതിനാൽ മത്സരിക്കട്ടെ, മന്ത്രിയാക്കാതിരുന്നാൽ മതിയല്ലോ. വെറുമൊരു MLA ആയ ശൈലജയ്ക്ക് മന്ത്രിയായിരുന്ന ശൈലജയ്ക്ക് ലഭിച്ചിരുന്നതിന്റെ 100-1 പോലും മാധ്യമ ശ്രദ്ധ കിട്ടില്ല. അങ്ങനെ അവരുടെ പ്രസക്തി താനേ ഇല്ലാതായിക്കോളും, പിണറായി കണക്കുകൂട്ടി. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി തുടർഭരണം സ്വന്തമാക്കി. ശൈലജ ടീച്ചർ തന്നെ ആരോഗ്യമന്ത്രിയായി വീണ്ടും വരുമെന്ന് കരുതി പാർട്ടി ഭേദമന്യേ സന്തോഷിച്ചിരുന്ന ജനങ്ങളിലേക്ക് പാർട്ടിയുടെ പുതിയ തീരുമാനമെത്തി. ഇത്തവണ മന്ത്രിമാരായി പുതുമുഖങ്ങളെ മാത്രമേ തെരഞ്ഞെടുക്കൂ എന്ന തീരുമാനം. പാർട്ടിയും സർക്കാരും പൂർണ്ണമായി പിണറായിയുടെ വരുതിയിലായി കഴിഞ്ഞതിനാൽ തന്നെ മുഖ്യമന്ത്രിയും അങ്ങനെയെങ്കിൽ പുതുമുഖമാകട്ടെ എന്നൊരു നിർദ്ദേശം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആരിൽ നിന്നും ഉയർന്നില്ല. അങ്ങനെ
തന്ത്രപരമായി ടീച്ചറെ മന്ത്രിസഭയ്ക്ക് പുറത്തിരുത്തി പിണറായി വിജയനും പുതുമുഖങ്ങളായ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. അങ്ങനെ ഈ കരുനീക്കങ്ങളിലൂടെ പാർട്ടിയിലും ഭരണത്തിലും ഒരുപോലെ സർവാധിപനായ, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തനും കുതന്ത്രശാലിയുമായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. ഇയാളുടെ കീഴിൽ CPM എന്ന പാർട്ടി എത്ര നാൾ ഉണ്ടാവുമെന്നറിയില്ല. ഒരുപക്ഷെ ഗോർബച്ചേവിന്റെ കീഴിൽ സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞതുപോലെ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ, സാമ്പത്തിക അച്ചടക്കം ലെവലേശമില്ലാതെ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ലക്ഷം കോടികളുടെ കടബാധ്യതകൾ മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ട് കേരള സംസ്ഥാനവും തകർന്നടിഞ്ഞ് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയേക്കാം. എന്നാൽ പിണറായി വിജയൻ എന്ന കുതന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്നും ഇവിടെയുണ്ടാവും, അധികാരത്തിനോ സ്വാധീനത്തിനോ യാതൊരു കോട്ടവും തട്ടാതെ. കാരണം പിണറായി യുഗത്തിൽ പ്രസ്ഥാനമല്ലല്ലോ, വ്യക്തിയല്ലേ വലുത്.